നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ മഹബൂബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലായി കൊണ്ട് ഈ ഭൂമി ലോകത്തിലേക്ക് അല്ലാഹു വെളിവാക്കി. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇലാഹാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. ചെറുപ്രായത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആട് മേയ്ച്ചു. എന്തിനു വേണ്ടി? ജനങ്ങൾ ഇലാഹാണെന്ന് മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി. ഹബീബായ എന്നാൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഹബീബാണെന്ന് വിശേഷിപ്പിച്ചു. നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിൽ അല്ലാഹു തആല സുഗന്ധം വെച്ചു. എന്തിനു വേണ്ടി? നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. അവിടുത്തെ കൈവിരലിന്റെ ഇടയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അബൂജഹൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര മാത്രമല്ല, നമ്മുടെ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉൾക്കൊണ്ട് മഹാന്മാരായ ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഉന്നതന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും മനസ്സിലാക്കിയ ആ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മുടെ മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മഹത്തായ ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വന്ദരായ ഉസ്താദ് യൂസുഫ് ദാരിമി ഷറഫി കൊടുങ്ങല്ലൂർ അവർകളെ അധ്യക്ഷാനുമതിയോടെ സ്നേഹാദര പുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. قال الله سبحانه وتعالى في شأن حبيبه في القرآن الكريم: بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد وبارك وسلم عليه. പ്രിയമുള്ള ഷെയ്ഖുന അബ്ദുറഹീം ഉസ്താദ് അവറുകൾ, ഷറഫുദ്ദീൻ ഖലീൽ ഉസ്താദ് അവറുകൾ, ബഹുവന്യരായ സയ്യിദ് അവറുകൾ, മറ്റു ബഹുമാനികളായ ഖുലഫാക്കൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുവന്യരായ ഉലമാക്കളെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുസ്ലിമാക്കി അല്ലാഹു ജനിപ്പിച്ചു. അൽഹംദുലില്ലാ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൈർ ഉമ്മത്തിലായി കൊണ്ട് അല്ലാഹു നമ്മെ കൊണ്ടുവന്നു. അൽഹംദുലില്ലാ. കാമിലീങ്ങളായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളുമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും അവസാനമില്ലാതെ ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് മുകളിലോ ആകാശത്തിന് താഴെയോ, ഭൂമിക്ക് മുകളിലോ ഭൂമിക്ക് താഴെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതായ നിലയിൽ അല്ലാഹു സൃഷ്ടിച്ചിട്ടേയില്ല. നമ്മൾ പറയുന്നത് അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞ് അവിടത്തെ വർണ്ണിച്ച് അവിടുന്ന് പറയുകയാണ്, നബിയെ, ആർക്കും അങ്ങയെ മനസ്സിലാക്കാൻ സാധ്യമല്ല നബിയെ. ഒരു മനുഷ്യനുക്കും നബിയെ അങ്ങയുടെ ഹഖീഖത്ത് മനസ്സിലാക്കാൻ സാധ്യമല്ല നബിയെ. ദൂരെ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ വളരെ സുന്ദരമായി കാണുകയും എന്നാൽ അതിന്റെ അടുത്തെത്തുമ്പോൾ കണ്ണുകൾ ചിമ്മിപ്പോകുകയും ചെയ്യുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബെ അങ്ങയെ പറ്റി പറയുമ്പോൾ, അങ്ങയെ ഉൾക്കൊള്ളുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല നബിയെ. അവസാനം മഹാനവറുകൾ വർണ്ണിച്ചു അവസാനം പറഞ്ഞു, ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. നബിയെ, അങ്ങയെ എത്ര വർണ്ണിച്ചാലും, നബിയെ അങ്ങയെ എത്ര പറഞ്ഞാലും, നബിയെ അവസാനം ചെന്നെത്താനുള്ളത് അങ്ങ് മനുഷ്യരാണ് നബിയെ. കുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ. നബിയെ, അങ്ങ് ബശറാണ്, അങ്ങ് മനുഷ്യരാണ്. അങ്ങയെ പറ്റി പറഞ്ഞു വർണ്ണിച്ച് അവസാനം പറഞ്ഞു നിർത്തുവാനുള്ളത് നബിയെ അങ്ങ് മനുഷ്യരാണ്. മാത്രമല്ല നബിയെ, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, എല്ലാ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ അങ്ങാണ് നബിയെ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരും. ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ മഹബൂബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലായി കൊണ്ട് ഈ ഭൂമി ലോകത്തിലേക്ക് അല്ലാഹു വെളിവാക്കി. എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഇലാഹാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. ചെറുപ്രായത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആട് മേയ്ച്ചു. എന്തിനു വേണ്ടി? ജനങ്ങൾ ഇലാഹാണെന്ന് മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിക്കാഹ് ചെയ്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമായി, തൗബയിലും ഇസ്തിഗ്ഫാറിലുമായി കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ കഴിഞ്ഞുകൂടി. എന്തിനു വേണ്ടി? ഒരു മനുഷ്യൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇലാഹാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. എന്നാൽ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഹബീബാണെന്ന് വിശേഷിപ്പിച്ചു. നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിൽ അല്ലാഹു തആല സുഗന്ധം വെച്ചു. എന്തിനു വേണ്ടി? നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. അവിടുത്തെ കൈവിരലിന്റെ ഇടയിലൂടെ വെള്ളം വന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്നുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് നാം മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി. ഈ നിലയിൽ മഹാന്മാരായ സ്വഹാബത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടപ്പോൾ അവിടുത്തെ അഖ്വാലും അവിടുത്തെ അഫ്ആലിലും അവിടുത്തെ അഹ്വാലും മഹാന്മാരായ സ്വഹാബത്ത് സ്വയത്തമാക്കിക്കൊണ്ട് അവർ ജീവിച്ചപ്പോൾ അത് കണ്ട പിൻഗാമികളായ താബിഈങ്ങളും
അതനുസരിച്ച് കൊണ്ടുള്ള ജീവിതം കണ്ടപ്പോൾ അത്ഭുതത്തോടുകൂടെ അന്നുള്ള ജനത കണ്ടു പറഞ്ഞു പോയി, മാ റഅയ്തു മിനന്നാസി അഹദാ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതുപോലെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും ഒരു അനുയായും സ്നേഹിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ലോകം തന്നെ പറഞ്ഞുപോയി. എന്നാൽ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ആ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലാഹു തആല നമുക്ക് നൽകിയതാണ് നമ്മുടെ മശായിഖന്മാർ. അൽഹംദുലില്ലാ, ആ ഉന്നതമായിട്ടുള്ള ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. നാം മനസ്സിലാക്കേണ്ടത് അബൂജഹൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര മാത്രമല്ല നമ്മുടെ മശായിഖന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉൾക്കൊണ്ട് മഹാന്മാരായ ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഉന്നതന്മാരായ സ്വഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളും മനസ്സിലാക്കിയ ആ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നമ്മുടെ മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അനുഭവിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മശായിഖന്മാരുടെ സ്വതക്കയിലായിട്ട് അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ആ ഹബീബായ തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ആ ജീവിതം ജീവിതമായി മാറുന്നുള്ളൂ. ഒരു കവി പാടിയതുപോലെ, ലൗ അബ്സറ ശൈത്താനു തുൽഅത നൂരിഹി ഫി വജ്ഹി ആദമ കാന അവ്വല മൻ സജദാ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറിന്റെ ആ പ്രകാശത്തെ ശൈത്താനെങ്ങാനും മഹാനായ സയ്യിദുനാ നബിയുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്തെങ്ങാനും കാണുമായിരുന്നുവെങ്കിൽ ആദ്യം ഇബ്ലീസ് സുജൂദ് ചെയ്യുമായിരുന്നു. ലൗ റഅൻ നംറൂദു നൂറ ജമാലിഹി അബ്ദൽ ജലീല മഅൽ ഖലീലി വലാ അനദാ. നമ്രൂദെങ്ങാനും മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പൂമുഖത്ത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറിനെ എങ്ങാനും ദർശിക്കുകയായിരുന്നുവെങ്കിൽ ഖലീലിന്റെ കൂടെ ജലീലായ റബ്ബിന് ആ നമ്രൂദ് ഇബാദത്ത് ചെയ്യുമായിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ തരത്തിലുള്ള ആ നൂറിനെ ഉൾക്കൊള്ളുവാനുള്ള ബസീറത്താണ് നമ്മുടെ മശായിഖന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ അക്വാലിലും അഫ്ആലിലും അഹ്വാലിലും മഹാന്മാരായ സ്വഹാബത്ത് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ മഹാന്മാരായ താബിഈങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അഅ്തിനി ഐനൈകല്ലതി റഅയ്ത ബിഹിമാ റസൂലല്ലാഹ് ഹത്താ ഉഖബ്ബിലഹാ. നിങ്ങളുടെ കണ്ണൊന്ന് ഞങ്ങൾക്ക് തരുമോ? അനസ് റളിയല്ലാഹു അൻഹുവിനോട് താബിഈങ്ങൾ പറയുകയാണ്, അല്ലയോ മഹാനവറുകളെ, നിങ്ങളുടെ കണ്ണൊന്ന് ഞങ്ങൾക്ക് തരുമോ? ഹബീബിനെ കാണാൻ ഭാഗ്യം ലഭിച്ച കണ്ണാണ്, ആ കണ്ണ് ഞങ്ങളൊന്ന് ചുംബിക്കട്ടെ എന്ന് മഹാന്മാരായ താബിഈങ്ങൾ പറയുകയുണ്ടായി. ഇങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളമാണ് മഹാന്മാരായ സ്വഹാബത്ത് സ്നേഹിച്ചത്, താബിഈങ്ങൾ സ്നേഹിച്ചത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഖബർ എവിടെയാണ്, എനിക്കൊന്ന് കാണിച്ചു തരുമോ? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്തു. ആ മഹദി ഖബറിന്റെ അരികിലേക്ക് വന്നു. ആ സ്ത്രീ ഖബറിന്റെ അരികിലേക്ക് വന്നു, കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. അവിടെ വെച്ച് മരിച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഹുബ്ബാണ്. ഈ ഹുബ്ബിനൊരവസാനമില്ല. മഹാന്മാര് പറഞ്ഞു വെച്ചു, മാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിർ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ പ്രിയങ്കരമായിട്ട് ഞങ്ങൾക്ക് യാതൊന്നുമില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വിരലുകൾ കൊണ്ട് ആ മാളം അടച്ചതുപോലെ നമ്മളിലുള്ള ആ നൂറിനെ പൈശാചികമായ
മാരകമായിട്ടുള്ള എല്ലാ ഉപദ്രവത്തിൽ നിന്നും നാം സംരക്ഷിക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാമ്പിന്റെ കടിയേറ്റുകൊണ്ട് വേദനിച്ചതുപോലെ അതിനാൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം സഹിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ ഉമിനീര് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശിഫ ലഭിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ മാലിന്യങ്ങളും ഇല്ലാതെയായി കൽബിന്റെ എല്ലാ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു ഹബീബിനെ കൊണ്ട് നമുക്ക് ശിഫ നൽകുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്രയേറെ ഹബീബിനെ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും സ്നേഹിച്ചത്? അത്രയേറെ അവർ സ്നേഹിക്കുന്നതിന്റെ, നാം സ്നേഹിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലൊരവസ്ഥയിലിരിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷത മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത്. അല്ലാഹുവേ, ആയിഷക്ക് ചെയ്തു പോയതും ചെയ്യാനിരിക്കുന്നതുമായ രഹസ്യവും പരസ്യവുമായ എന്തെല്ലാം തെറ്റുകളുണ്ടോ അതെല്ലാം അല്ലാഹുവേ നീ ആയിഷക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആയിഷ ബീവി ചിരിക്കാൻ തുടങ്ങി. ആയിഷ ബീവി ചിരിച്ച് അവിടുത്തെ തല മടിയിലേക്ക് മുട്ടും വിധം കുനിഞ്ഞുകൊണ്ട് ചിരിച്ചപ്പോൾ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ ആയിഷ, അയ്യസുറുകി ദുആഇ, എന്റെ പ്രാർത്ഥന, എന്റെ ദുആ നിന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ചോ ആയിഷ? ആയിഷ ബി പറഞ്ഞു, നബിയേ, ആരാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്തത്? അഷ്റഫുൽ ഖൽഖാണ് നബിയേ, അങ്ങാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്. ആ ഹബീബാണ് എനിക്ക് വേണ്ടി ദുആ ചെയ്തത്. ഇതിലേറെ സന്തോഷം എനിക്ക് എന്താണ് നബിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബിവിയോട് പറയുകയാണ്, അല്ലാഹുവാണ് സത്യം ആയിഷ. എന്നാൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദിവസം നിസ്കാരത്തിലായിക്കൊണ്ടും അല്ലാതെയും ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ പാപമോചനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ആയിഷ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ പ്രവാചകന്മാർക്കും പെടുന്നനെ ഉത്തരം നൽകുന്ന രീതിയിൽ ഒരു ദുആഇനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ നബിയുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടലിനെ പിളർക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ആ ദുആ അല്ലാഹുവിനോട് ചെയ്തു കഴിഞ്ഞു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട അവസരത്തില് അല്ലാഹുവിനോട് ആ ദുആ അല്ലാഹുവിനോട് ഉപയോഗിച്ചു. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദുനിയാവിൽ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല, നാളെ ആഖിറത്തിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എൻ്റെ സമുദായത്തിന് വേണ്ടി നാളെ ആഖിറത്തിലേക്ക് ഞാൻ അത് മാറ്റിവെക്കുന്നുവെന്ന് നബിയുനാ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിൽ അവിടെ സുജൂദിലായി കൊണ്ട് കിടക്കുകയാണ്. അല്ലാഹു പറയുന്നുണ്ട്, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് നബിയെ, ചോദിക്കും നബിയെ, അങ്ങ് എന്ത് ചോദിച്ചാലും നൽകപ്പെടുമല്ലോ നബിയെ, അങ്ങ് ചോദിക്കണം നബിയെ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ അങ്ങ് ശുപാർശ ചെയ്യണം നബിയെ, അത് സ്വീകരിക്കപ്പെടും നബിയെ, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ നിന്ന് തല ഉയർത്തിയിട്ട് പറഞ്ഞത് നമ്മളെ പറ്റിയാണ്, ഉമ്മത്തി ഉമ്മത്തി. ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച പ്രവാചകരാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമുക്ക് നമ്മളെക്കാളും, നമ്മുടെ മക്കളെക്കാളും,
മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രിയങ്കരം അത് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അവിടുന്ന് പരിശുദ്ധമായ ഒരു ആയത്ത് ഓതുകയാണ്. റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനൻ നാസി ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആണ്. അല്ലാഹുവേ, അവർ ജനങ്ങളിൽ നിന്നും അധികരിച്ച ആളുകളെയും അവർ പിഴപ്പിച്ചിരിക്കുന്നു. അല്ലാഹ് ഫമൻ തബിഅനി, ആരെങ്കിലും എന്നെ പിൻപറ്റുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനാണ്. എന്നോട് ആരെങ്കിലും എതിര് ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്നക ഗഫൂറുർ റഹീം, അല്ലാഹ് നീ ഗഫൂറാണ് റബ്ബേ, നീ റഹീമാണ് അല്ലാഹ്, നീ അത് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫഇന്നഹും ഇബാദുക്, അല്ലാഹ് അവർ നിന്റെ അടിമകളാണ് റബ്ബേ, അത് ചെയ്യാൻ നീ അർഹനാണ് അല്ലാഹ്. നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ റബ്ബേ, നീയാണ് റബ്ബേ ഇസ്സത്തുടയവന്, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമല്ല എന്ന് പറഞ്ഞ ഈ ആയത്ത് ഓതിയിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ജിബ്രീൽ, എന്തുകൊണ്ടാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നത്? അല്ലാഹുവിനറിയാം. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ജിബ്രീൽ, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഈ ഹബീബ് കരയുന്നത്? എൻ്റെ മെഹബൂബ് കരയുന്നുണ്ടല്ലോ ജിബ്രീൽ, എന്താണ് ജിബ്രീൽ? അവിടെ ചെന്നുകൊണ്ട് ചോദിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം ഇത്രയേറെ നമ്മളെ സ്നേഹിച്ചു. ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചെന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ ഹബീബ് അവിടുന്ന് കരയുന്നത് ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, അല്ലയോ ജിബ്രീൽ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോകണം ജിബ്രീൽ, എന്നിട്ട് പറയണം ജിബ്രീൽ, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. താങ്കളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും നബിയേ, അങ്ങയെ മോശമാക്കൂല നബിയേ, അങ്ങയെ സന്തോഷിപ്പിക്കും നബിയേ എന്ന് നമ്മുടെ കാര്യം അല്ലാഹുവിനോട് നിരന്തരമായി പറഞ്ഞു നമ്മളെ സ്നേഹിച്ച നേതാവാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് മശായിഖന്മാരെ നൽകി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് മശായിഖന്മാരെ നൽകി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഫളലാണ്. അല്ലാഹു തആല നമ്മുടെ മശായിഖന്മാരുടെ ഫൈൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം പാപികളാണ്, നമ്മുടെ പാപങ്ങൾ നാം ഈ കൂടിയതിന്റെ ആ മഹത്വം കാരണമായി അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകട്ടെ. നാളെ ഹബീബിനെ കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ, ആ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, അല്ലാഹുവിന്റെ ലിഖാ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മശായിഖന്മാർ അല്ലാഹു അവർക്ക് ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ പരിപാടിയിൽ എൻ്റെ കർത്തവ്യം ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. വഅഫു അന്നാ യാ കരീം വഗ്ഫിർ ലനാ യാ റഹീം അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.